3-4 ദിവസമായി അടുപ്പിച്ച് പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴയിൽ കാണുന്നവരൊക്കെ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെ? പരസ്പരം ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്തൊരു മഴ അല്ലേ, ഭയങ്കര മഴ, 4-5 ദിവസമായിട്ട് ഇങ്ങനെ തോരാതെ പെയ്യല്ലേ. ആ ഒരു വർത്തമാനമാണ് ആരേറ്റു, നമ്മൾ ആരെ കണ്ടാലും അതാണ് പറയാനുള്ളത്. എന്തായാലേ മഴ, ഭയങ്കര മഴ, എന്തൊരു മഴ. ഈ മഴ എന്നൊരു പ്രതിഭാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് മനുഷ്യരോട് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടതാണ്. വെള്ളം കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ഹൈഡ്രജനും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്വയം കത്തുന്ന ഹൈഡ്രജൻ, കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ, ഇത് രണ്ടും കൂടി ചേർന്ന് ആ തീ കെടുക്കാൻ ക്വാളിറ്റിയുള്ള ഒരു വെള്ളത്തെ അല്ലാഹു സൃഷ്ടിച്ചു. ആ വെള്ളം അത് ആകാശത്ത് നിന്ന് മുകളിൽ നിന്ന് താഴെയിലേക്ക് സമൃദ്ധമായി പെയ്യണം. ഈ ഭൂമിയുടെ 1/3 പോലുമില്ല ഭൂമിയിലെ കര. 29% മാത്രമാണ് ഭൂമിയിൽ കരയുള്ളത്. 71% വെള്ളമാണ്. 21% കരയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മഴ ഒരുക്കാൻ, വെള്ളമൊരുക്കാനാണ് അള്ളാഹു ഇത്രോളം വെള്ളത്തെ ഭൂമിയിൽ സംവിധാനിച്ചത്. അതിൽ തന്നെ കൂടുതൽ ഉപ്പുരസമുള്ള സമുദ്രജലമാണ്. ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന നീരാവിയാണ് അന്തരീക്ഷത്തിൽ ഘനീഭവിച്ച് മേഘമായി മാറി കാറ്റിന്റെ സഹായത്തോടുകൂടി ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമുള്ളിടത്തൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് അള്ളാഹു മഴ പെയ്യിക്കുന്നത്. ഇതൊക്കെ ഏതൊരു കുട്ടിക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ അള്ളാഹു സൂറത്തുൻ നൂറിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار ألم تر أن الله ألم تر നീ കാണുന്നില്ലേ? അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുസ്ജി സഹാബൻ, അതിങ്ങനെ തട്ടിക്കൂട്ടാണ് മേഘത്തെ. അന്തരീക്ഷത്തിൽ സമുദ്രത്തിൽ നിന്ന് ബാഷ്പീകരിച്ച് മുകളിലേക്ക് ഉയർന്ന ഈ നീരാവിയെ ഘനീഭവിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാം, ചെറിയ ചെറിയ ഉണ്ടകളായിരിക്കും, ചെറിയ ചെറിയ പീസുകൾ. അതിനെ അള്ളാഹു ഇങ്ങനെ എന്ത് ചെയ്യും? തട്ടിക്കൂട്ടി, നമ്മളിങ്ങനെ അടിച്ചേരുമ്പോ കൂട്ടണ മാതിരി അതിനെങ്ങനെ തട്ടിക്കൂട്ടി ഒരു വൻ മേഘമാക്കി, കാർ മേഘമാക്കി. അതിന്റെ കളറൊക്കെ മാറി. സഹാബൻ യുസ്ജി സഹാബൻ, അതിനെ കാർ മേഘത്തെ ആക്കണം. എന്നിട്ടോ സുമ്മ യുഅല്ലഫു, എന്നിട്ട് അതിനെ ഘടിപ്പിക്കും, ഇണക്കി ചേർക്കും. ബൈനഹു, അതിന്റെ ഇടയിൽ. സുമ്മ യജ്അലുഹു റുകാമ, എന്നിട്ട് അതിനെ അട്ടിക്കട്ടിക്കിടും. സുമ്മ യജ്അലുഹു റുകാമ ഫതറൽ വദ്ക, നിനക്ക് കാണാം. ഇതൊന്നും നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ്, നമ്മൾ കൃത്യമായി കാണുന്ന കാര്യം എന്താണ്? ഫതറ, നിനക്ക് കാണാം. അൽ വദ്ക, മഴ. യഖ്റുജു മിൻ ഖിലാലിഹി, അതിന്റെ ഇടയിലൂടെ മഴകളും ആലിപ്പഴങ്ങളും മഴത്തുള്ളികൾ, വലിയ വലിയ മഴത്തുള്ളികൾ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ താഴേക്ക് വരുന്നതായി നിനക്ക് കാണാം. വയുനസ്സിലു മിനസ് സമാ, ആകാശത്തു നിന്ന് അവൻ ഇറക്കും. മിൻ ജിബാലിൻ ഫീഹാ, അത് മഴ പോലെയുള്ള, അതായത് മലകൾ പോലെയുള്ള മേഘ കൂമ്പാരങ്ങളെ അള്ളാഹു എന്ത് ചെയ്യും? അതിൽ നിറക്കുമെന്നാണ്.
എന്നിട്ടോ മിൻ ബറദിൻ ഹിമക്കട്ടയാകുന്ന ആലിപ്പഴമാകുന്ന അത്തരത്തിലുള്ള വലിയ വലിയ കട്ടകള് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ടോ എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അതവന് ബാധിക്കും. പിന്നെ ചില ആളുകളിൽ നിന്ന് അതവൻ തിരിച്ചുവിടും. നമുക്കറിയാം മഴ പെയ്യുമെന്ന് എത്രയോ പ്രവചനങ്ങൾ ഉണ്ടായിട്ട് മഴ പെയ്യാതിരിക്കാറുണ്ട്. കാരണം എന്താണ്? കാരണം കാറ്റ് ആ മേഘത്തെ അവിടുന്ന് അടിച്ചു കൊണ്ടുപോയി എന്നാണ്. കാരണം ഈ കാറ്റടിക്കുന്ന ദൂരവും കാറ്റിന്റെ വേഗതയും മേഘത്തിന്റെ സ്ഥാനങ്ങളൊക്കെ നോക്കിയിട്ടാണ് കാലാവസ്ഥ പ്രവചനം നടത്തുന്നത്. ആ മേഘം ഇങ്ങനെ ഘനീഭവിച്ചു വന്ന് ഇത്ര കാറ്റടിച്ച് ഇന്ന സ്ഥലത്തെത്തുമ്പോൾ മഴ പെയ്യുമെന്നുള്ള നിഗമനം. കാറ്റിന്റെ സ്പീഡ് കൂടിയാലും കുറഞ്ഞാലും വിചാരിച്ച സ്ഥലത്ത് മേഘം എത്തൂല, മഴ പെയ്യൂല. അതുകൊണ്ടാണ് പെയ്യുമെന്ന് പറഞ്ഞിട്ടും പെയ്യാതിരിക്കുന്നത്, പെയ്യൂല എന്ന് പറയുമ്പോഴും പെയ്യുന്നത്. പ്രവചനങ്ങളൊക്കെ തെറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ പല കാര്യങ്ങളും ഇതിനെ നിയന്ത്രിക്കുന്നത്. പല കാര്യകാരണ ബന്ധങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിലൊക്കെ വരുന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവചനങ്ങൾ നടത്തുന്നത്. അതിലൊക്കെ മാറ്റം വരുമ്പോൾ എന്ത് ചെയ്യും? വിചാരിച്ച മഴ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് അല്ല ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു അത് ബാധിപ്പിക്കും. അവരുദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് അതിനെ അവനെന്ത് ചെയ്യും? അത് തിരിച്ചുവിടുകയും ചെയ്യും എന്ന് അള്ളാഹു കൃത്യമായിട്ട് മഴനെ പറ്റി നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ മഴയെ പറ്റി, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തെ പറ്റി, ഏറ്റവും ശുദ്ധമായ തുഹൂറായ വെള്ളമാണ് അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കുന്നത്. പിന്നെ അനുഗ്രഹീതമായ വെള്ളമാണ്, ബറക്കത്തുള്ള വെള്ളമാണ്. മഴവെള്ളത്തെ പറ്റി പറഞ്ഞത് അറിയോ? എന്നാണ്. ബർക്കത്തുള്ള വെള്ളമാണ് മഴവെള്ളം എന്നുള്ളത്. അതേപോലെ സഹോദരങ്ങളെ, അള്ളാഹു അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളുടെയും മനുഷ്യന്റെ കോശങ്ങളിൽ ഭൂരിപക്ഷം ജലമാണ്. കോശത്തിന്റെ 70% വെള്ളമാണ്. ഏതൊരു ജീവനുള്ള വസ്തുവിന്റെയും ജീവന്റെ നിലനിൽപ്പിന്റെ ആധാരമെന്നത് വെള്ളമാണ്. ആ വെള്ളം അനുഗ്രഹീതമായി അള്ളാഹു ആകാശലോകത്തിലേക്ക് നിന്നിറക്കുന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ ബറക്കത്തുള്ള അതാണ് മഴ എന്നുള്ളത്. നോക്കി, ഒരു വേനൽക്കാലം കഴിയുമ്പോൾ എല്ലാം വരണ്ട് കുളങ്ങളും കിണറുകളും എല്ലാം വറ്റി ഒരു വരൾച്ചയുടെ, ഒരു നിരാശയുടെ ഒരു തലത്തിൽ നിന്നാണ് ഒരു പ്രതീക്ഷയുടെ മഴയായി അള്ളാഹു എന്ത് ചെയ്ത് ആകാശലോകത്തിൽ നിന്ന് വെള്ളമിറക്കുന്നത്. ആ നിരാശയ്ക്ക് ശേഷം നിരാശ പൂണ്ടു നിൽക്കുമ്പോൾ കാരുണ്യവും സമാധാനവുമായി കൊണ്ടാണ് അള്ളാഹു മഴ പെയ്യിക്കുന്നത് എന്നാണ്. മഴ അത്ഭുതമാണ് സഹോദരങ്ങളെ, മഴ സമാധാനമാണ്, മഴ പ്രതീക്ഷയാണ്. നോക്കി, അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ് മഴ എന്നുള്ളത്. കൊല്ലം ഓരോ സമയം ഋതുക്കൾ മാറി വരുന്നതനുസരിച്ച് ആ മഴ നമുക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഈ കൃഷിയുടെ, ഈ അഗ്രികൾച്ചറിന്റെയും എല്ലാം അടിസ്ഥാനമാണ് നമുക്ക് കിട്ടുന്ന ഈ മഴ. നമ്മുടെ വിഭവങ്ങളെല്ലാം അതിൽ നിന്ന്, ഈ മണ്ണിൽ നിന്ന് മഴ വരുമ്പോൾ ആ വിത്തുകൾ മുളച്ച് നോക്കി, ഓരോ ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഓരോ ചെടികളും ആ ഒരേ മണ്ണിൽ നിന്ന് വരുന്ന വ്യത്യസ്ത തരം ചെടികൾ, വ്യത്യസ്ത തരം ഫലങ്ങൾ നമുക്ക് തരുമ്പോൾ അതിന്റെയൊക്കെ അത്ഭുതം എന്താണ് സഹോദരങ്ങളെ? എല്ലാത്തിന്റെയും അളവ് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയാൽ ഏത് ഫലമാണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞത് അതിൽ വെള്ളമാണ്, കാർബണാണ്. അതിലുള്ള കണ്ടന്റുകളൊക്കെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ, കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ച കുറെ കണ്ടന്റുകളാണ്. പക്ഷേ വ്യത്യസ്ത രുചികളിൽ, വ്യത്യസ്ത നിറങ്ങളിൽ, വ്യത്യസ്ത മണങ്ങളിൽ ഈ ഭൂമിയിൽ നിന്ന്, ഒരേ ഭൂമിയിൽ നിന്ന് ഒരേ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വ്യത്യസ്ത ചെടികൾ, വ്യത്യസ്ത കളറിലുള്ള വ്യത്യസ്ത ഫലങ്ങൾ നമുക്ക് നൽകുമ്പോൾ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അതിന്റെ പിന്നിലുള്ള ഒരു വലിയ സൃഷ്ടിപ്പിനെ കുറിച്ച്, ആ ദൃഷ്ടാന്തത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകാത്തത്? നിങ്ങൾ അല്ലാഹു പറയാണ്, ആ ആയത്ത് അവസാനിപ്പിക്കണം നോക്കി, നിങ്ങൾ റബ്ബിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഇങ്ങനെയൊക്കെ സൃഷ്ടിപ്പ് നടത്തി, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ആ റബ്ബിന് നിങ്ങൾ
നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് ഈ മഴയിലൂടെ നമ്മൾ മടങ്ങേണ്ടത് റബ്ബിലേക്കാണ്. ഈ മഴ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ കുറിച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളാണോ അതിനെ ഇറക്കുന്നത് മിനൽ മുസ്നി മേഘങ്ങളിൽ നിന്ന്? അതല്ല, നാം ആണോ ഇറക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എന്നിട്ടോ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഖൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. സഹോദരങ്ങളെ, ഈ വെള്ളമൊക്കെ അങ്ങോട്ട് ഭൂമിയിലേക്ക് ആഴ്ന്നു പോയാൽ ആരാണ് നിങ്ങൾക്ക് ഈ വെള്ളം കൊണ്ടുവന്ന് തരിക എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. മഴ എന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ സഹോദരങ്ങളെ, മഴ എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ മഴ ശിക്ഷയുടെ രൂപത്തിൽ വന്നത് നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നൂഹ് നബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് മഴയെന്ന മഴയിലൂടെ നിൽക്കാതെ തോരാതെ പെയ്ത മഴ അതൊരു പ്രളയമായി മാറി അവിടുത്തെ മുഴുവൻ നിഷേധികളെയും അത് മുക്കിക്കൊന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പേടിക്കുമായിരുന്നു എന്നാണ്, അദ്ദേഹത്തിന്റെ മുഖം വിവർണമാകുമായിരുന്നു എന്നാണ്. കാരണം മഴ ഒട്ടേറെ സമൂഹങ്ങളെ മഴ നശിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നോക്കി ആ സംഭവത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ പദപ്രയോഗം നോക്കിയാൽ അതിന്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാകും. അടുപ്പിൽ നിന്നാണ് വെള്ളം വന്നത്. അടുപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം തീ ഉണ്ടാകുന്ന സാധനമാണ്. തീനെ കെടുക്കുന്നതാണ് വെള്ളം എന്നുള്ളത്. ആ അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്നു എന്നാണ് നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് അടുപ്പിൽ നിന്ന് പോലും വെള്ളം വരുത്താൻ കഴിവുള്ള ആ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നാണ് ഈ മഴ പെയ്യുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ റബ്ബിലേക്ക് മടങ്ങാൻ ഈ മഴ നമ്മളെ ഓർമ്മപ്പെടുത്തണം, ഒരു ദൃഷ്ടാന്തമാണ്. അതേപോലെ തന്നെ ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചത് അവിടെ പറഞ്ഞതും മഴ എന്നുള്ള വാക്ക് തന്നെയാണ്. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഇജാറതൻ. കല്ലിന്റെ ചരൽക്കല്ലിന്റെ മഴയാണ് അവർക്ക് മുകളിലൂടെ പെയ്തിറങ്ങിയത് എന്നാണ്. അത് ചരൽക്കല്ലിന്റെ മഴ കൊണ്ട് അവരെ അള്ളാഹു നശിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നൽകുന്ന ഓരോ അനുഗ്രഹവും അത് ഒരു പരീക്ഷണം കൂടിയാണ് എന്നുള്ള ശക്തമായ ഒരു തിരിച്ചറിവാണ് ഈ മഴ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇത് നിന്റെ രക്ഷിതാവിൻ, എന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് എന്ന് കൃത്യമായിട്ട് ഒരു ബോധമുണ്ടാകാൻ ഈ മഴ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഈ മഴയിലൂടെ നമ്മൾ അവിശ്വാസികളായി മാറരുത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറകത്തിൻ ഇല്ലാ അസ്ബഹ ഫരീഖും മിനൻ നാസി ബിഹാ കാഫിരീൻ യുൻസിലുല്ലാഹുൽ ഗൈസ ഫയഖൂലൂന അൽ കൗകബു കദാ വകദാ. അല്ലാഹു ആകാശത്തിൽ നിന്ന് ഏതൊരു അനുഗ്രഹം ഇറക്കുമ്പോഴും ആ അനുഗ്രഹം കാരണം ജനങ്ങൾ രണ്ടു കൂട്ടരായി മാറും. അല്ലാഹു ഏതൊരു അനുഗ്രഹവും ആകാശലോകത്തിൽ നിറക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനാകട്ടെ, വേദഗ്രന്ഥങ്ങളാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ആകാശലോകത്തിൽ നിന്ന് റബ്ബ് ഏതൊരു അനുഗ്രഹവും ഭൂമിയിലേക്ക് ഇറക്കിയാൽ ആ അനുഗ്രഹം ഇറക്കിയത് കാരണം ആളുകൾ രണ്ട് വിഭാഗക്കാരായി മാറും. ഒന്ന് നന്ദി കാണിക്കുന്ന ആളുകൾ, നന്ദി കാണിച്ച് ശുക്ർ ചെയ്യുന്ന ആളുകൾ. മറ്റേത് അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന കുഫറിന്റെ വാക്താക്കളായ കാഫിരീങ്ങളായ ആളുകൾ, അനുഗ്രഹത്തെ നിഷേധിക്കുന്ന ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊരു മഴ പെയ്യും, യുൻസിലുല്ലാഹുൽ ഗൈസ, അങ്ങനെ മഴ പെയ്യും. അപ്പൊ ഫയഖൂലൂൻ, ജനങ്ങൾ പറയും, എന്ത്? അൽ കൗകബു കദാ വകദാ, ഇന്ന ഞാറ്റുവേല കൊണ്ട്, ഇന്ന കാര്യങ്ങൾ കൊണ്ട് മഴ ലഭിച്ചു എന്ന് അവർ എന്ത് ചെയ്യും? നക്ഷത്രമാണ്, ഇന്ന നക്ഷത്രം കാരണം, ഇന്ന രാശി കാരണമാണ്, ഇന്ന കാലം കാരണമാണ് മഴ കിട്ടിയത് എന്നവർ പറയും. ആ മഴക്ക് പിന്നിലുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, ആ പ്രപഞ്ച സൃഷ്ടാവിനെ അവർ മറന്നു കളയും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. കാരണം മഴ പെയ്യിപ്പിക്കാനുള്ള കഴിവ് അത് അല്ലാഹുവിന് മാത്രമായിട്ടുള്ളതാണ്. അതിലൊരാളെയും പങ്കു ചേർക്കാൻ അല്ലാഹു അനുവദിക്കുകയില്ല. അങ്ങനെ പങ്കു ചേർക്കുന്നതിനാണ് കുഫ്ർ, ശിർക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങളുടെ ഒരു ദിവസം ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് സുബൈ നമസ്കാരത്തിന് ശേഷം സഹാബികളുടെ നേരേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കണം, ചെറിയൊരു മഴ പെയ്യുന്നവിടെ, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ്
പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കാണ്. അപ്പോൾ അവർ പറയാണ്, അല്ലാഹുവും റസൂലുമാണ് ഏറ്റവും അറിവുള്ളവർ എന്ന് സഹാബികൾ പ്രതിവചിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ. എൻ്റെ അടിമകളിൽ ചിലർ എന്നിൽ വിശ്വാസികളായും നിഷേധികളുമായിട്ടാണ് ഇന്ന് നേരം പുലർന്നത്. ഫഅമ്മാമൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹ്. ചില ആളുകൾ അല്ലാഹ് എന്താണ് ഫഅമ്മാമൻ ഖാല പറഞ്ഞ ആളുകൾ എന്താണ് മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനുൻ ബി വകാഫിറുൻ ബിൽ കൗകബ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഴ ലഭിച്ചിരിക്കുന്നു, മഹത്തായ ഔദാര്യവും കാരുണ്യവും കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവരാണ് എന്നിൽ വിശ്വസിക്കുകയും ഈ നക്ഷത്രങ്ങളെ നിഷേധിക്കുകയും രാശികളെയും നക്ഷത്രങ്ങളെയും നിഷേധിക്കുകയും ചെയ്തവർ അവരാണ്. ആര്? അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവർ. എന്നാൽ എന്നാൽ പറഞ്ഞ ആളുകൾ എന്നാൽ ഇന്ന ഞാറ്റുവേല കൊണ്ടാണ് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞവർ എന്നിൽ അവിശ്വസിക്കുകയും ഗോളങ്ങളിൽ നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ പറയുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ എന്തൊരു മഴയെ എന്നതിന് പകരം മുതിർനാ ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഈ മഴ ഉപകാരപ്രദമാക്കണേ എന്ന് പറയാം. മഴ ഒരു പ്രയാസമായി തോന്നുന്നെങ്കിൽ, മഴ ഒരു ഭീഷണിയായി, മഴ ഒരു പ്രയാസമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഇത് ഞങ്ങൾക്ക് ചുറ്റുമാക്കണേ, ഞങ്ങളുടെ മേലെ ആക്കരുത്, ഈ പ്രയാസം ഞങ്ങളുടെ മേലിലാക്കരുത്, അത് ആവശ്യമല്ല, അപ്പുറത്തേക്കൊക്കെ മാറ്റി പെയ്യിപ്പിക്കണേ. കാരണം ഇത് ആരിൽ നിന്ന് തിരിച്ചുവിടാനും ആരിലേക്ക് ബാധിപ്പിക്കാനും കഴിവുള്ളവനാണ് ഈ മഴ പെയ്യിക്കുന്നത്, അവനോടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഴ എന്നത് റബ്ബിലേക്ക് അടുക്കാൻ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം മനസ്സിലാക്കാൻ, പ്രപഞ്ച സൃഷ്ടാവിനെ പറ്റി കൂടുതൽ അറിയാൻ, ആ റബ്ബിലേക്ക് മടങ്ങാൻ അനുഗ്രഹമായ മഴ, പരീക്ഷണമായി മുൻഗാമികളെ ശിക്ഷയായി ഇറങ്ങിയ മഴ, അതൊരു ഓർമ്മപ്പെടുത്തലാണ് സഹോദരങ്ങളെ. അല്ലാഹുവിനെയും റസൂലിലേക്കും തിരിച്ചു മടങ്ങി ജീവിതത്തെ ക്രമപ്പെടുത്തി ആ റബ്ബിന് വിധേയപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ മഴയും നമുക്ക് നൽകുന്ന ഓർമ്മകളെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ശരിയായി ദീനിലേക്ക് മടങ്ങാൻ, ദീന് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അത് പ്രയോഗവൽക്കരിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് രണ്ടാമതും എന്നോടൊപ്പം പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. ദൃശ്യമാധ്യമങ്ങളിൽ മൊത്തം സോഷ്യൽ മീഡിയകളിലുമെല്ലാം മഴയുടെ കെടുതി, മഴക്കെടുതി, നാശമയ, വിനാശകാരിയായ മഴ, അങ്ങനെ മഴയെപ്പറ്റി ഒരു മോശമായ പരാമർശമാണ് കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഴയോ കാലത്തെയോ സമയത്തെയോ പഴിച്ചു പറയാൻ പാടുള്ളതല്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, അബൂ ഹുറൈറ റളിയല്ലാഹു പറയണം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, കാരണം അല്ലാഹുവാണ് കാലം. സമയം മനുഷ്യന് ഇപ്പോഴും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു ഡയമെൻഷനാണ്. എന്താണ് സമയം? ഇപ്പോഴും ശാസ്ത്രം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സമയത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നാണ്. അപ്പോൾ സമയത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ പറ്റുമെന്ന്, കാരണം ആ ടൈം നമ്മളെ കയ്യിൽ ഒതുങ്ങിയാലേ നമുക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റുമല്ലോ. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മാറ്റി ഇങ്ങോട്ട് തന്നെ വരാൻ പറ്റും. അങ്ങനെ മനുഷ്യൻ റിസർച്ചർക്ക് സമയം എന്ന സാധനം ഒരു സമസ്യയായി മാറിക്കും. അത് ഒരു മനുഷ്യൻ ഇപ്പോഴും അവന്റെ പിടിയിൽ ഒതുക്കാൻ പറ്റാത്തൊരു സാധനമാണ് സമയം, കാലം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അത് അള്ളാഹുവാണെന്നാണ്. നിശ്ചയമായും അള്ളാഹുവാണ് കാലം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്, എന്തൊരു മഴക്കാലം എന്ന് മോശമായി നിങ്ങൾ മഴയെപ്പറ്റിയും കാലത്തെപ്പറ്റിയും നിങ്ങൾ പഴിച്ചു പറയരുത് എന്നാണ്. കാരണം പകലുകൾ മാറ്റിമറിക്കുന്നത് അള്ളാഹുവാണ് എന്ന് മറ്റൊരു റിവായത്തിലും കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പരമാവധി ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ഒരു മഴ ഇങ്ങനെ പെയ്യുമ്പോൾ
അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അല്ലാഹുവേ ഇതൊരു ഉപകാരപ്രദമായ മഴയാകണേ. ഓരോ മഴക്കാലങ്ങൾ പരിശോധിച്ചാൽ മതി. കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട്, മരം വീണ് മരിച്ചിട്ടുണ്ട്, ആക്സിഡന്റായി മരിച്ചിട്ടുണ്ട്, പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല പരീക്ഷണങ്ങൾക്കും ആളുകൾ വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മഴക്കാലം കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ഭൂമിയിൽ ബാക്കിയാകണമെങ്കിൽ ഒരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് മഴ കാണുമ്പോൾ, കാർമേഘം കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമാകുമായിരുന്നു എന്നാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ മേഘം ഇരുണ്ടുകൂടി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പേടിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് മഴ പെയ്യുമ്പം അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, മഴ ഇങ്ങനെ ചോർന്ന് നിൽക്കുന്ന സമയത്തിൽ ആ നല്ലൊരു മഴ ഇങ്ങനെ ചോർന്ന് നിൽക്കുമ്പോൾ വലിയ രസമാണ് കാണാൻ. ആ സമയത്ത് മുതിർനാ ബിഫദ്ലില്ലാ, അല്ലാഹുവിന്റെ വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും ഫദ്ല് കൊണ്ടും ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറയാം. അതേപോലെ തന്നെ ഇനി മഴ വേണ്ടാന്ന്, മഴ കൊണ്ടൊരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ മഴ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഞങ്ങളെ മേത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ടായി എന്ന് പ്രാർത്ഥിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതല്ലാതെ മഴയെ ചീത്ത പറയാനോ മഴയെ മോശമായി പറയാനോ അല്ല. മഴ എന്ന അല്ലാഹുവിന്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് മഴ. ഈ ഭൂമിയിൽ 71% ജലത്തിൽ നിന്ന് നീരാവി ഉത്ഭവിച്ച് ആകാശത്തേക്ക് പൊങ്ങി അത് ഘനീഭവിച്ച് മേഘമായി അല്ലാഹു അതിനെ യോജിപ്പിച്ച് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കാറ്റ് കൊണ്ടുപോയി അതിനെ മഴയാക്കി പെയ്യിപ്പിച്ച് ഏറ്റവും ശുദ്ധമായ ബറക്കത്തായ വെള്ളം നിങ്ങൾക്ക്, നിങ്ങളുടെ കൃഷിക്കും നിങ്ങളുടെ ജീവനും ആവശ്യമായ സകല ചരാചരങ്ങൾക്കും ആവശ്യമായ വെള്ളം അല്ലാഹു നമുക്ക് അനുഗ്രഹമായി ഫ്രീ ആയിട്ട് അല്ലാഹു നൽകുമ്പോൾ ആ അനുഗ്രഹത്തിലൂടെ റബ്ബിനെ തിരിച്ചറിയാനും ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ, നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. നിങ്ങളെ ഘട്ടം ഘട്ടമായി പടിപടിയായി നിങ്ങളെ സൃഷ്ടിച്ച് പടിപടിയായി നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തൗഹീദാണ് ഇതെല്ലാം നമ്മൾ വിളിച്ചറിയിക്കുന്നത്. ആ റബ്ബിന് നിങ്ങൾ ഈ മഴയാകുന്ന ഒരു അനുഗ്രഹം കാരണം അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട്, ഇന്ന ഞാറ്റുവേല കൊണ്ട്, ഇന്ന കാരണം കൊണ്ട് മഴ കിട്ടി എന്ന് അല്ലാഹു അല്ലാത്തൊരു ശക്തിയിലേക്ക് നിങ്ങൾ തമാശക്ക് പോലും, അല്ലെങ്കിൽ സാധാരണ ഉള്ളൊരു പരപ്രയോഗം എന്ന അർത്ഥത്തിൽ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇടവപ്പാതിയാണ്, ഇത് കർക്കിടകത്തിന് കിട്ടേണ്ട ഒരു മഴയാണ്, അതങ്ങനെ കിട്ടുമെന്ന്, അത് കർക്കിടകമായതുകൊണ്ട് കിട്ടി എന്നല്ല സഹോദരങ്ങളെ. അത് അല്ലാഹുവിനെ പെയ്യിപ്പിച്ചതാണ്, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് തന്നെ അനുഗ്രഹങ്ങളെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്ന ശരിയായ വിശ്വാസികളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.